Hello all, welcome back to our YouTube channel Star Tutorials. Star Tutorials എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത് 10ാം തരത്തിലെ 3ാം അധ്യായം 3rd chapter of class 10th, that is Chemical Messages for Homeostasis സമസ്ഥിതിക്കായുള്ള രാസസന്ദേശം എന്ന് പറയുന്ന രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. ഇത് 4ാം ഭാഗമാണ്. 3 ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ 3 ഭാഗങ്ങളുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ 3 ലിങ്കുകളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് 3ൻ്റെ തുടർച്ചയാണ്. അതായത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഭാഗം 3ൻ്റെ തുടർച്ചയാണ്. ഭാഗം 3ൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചാണ്. ഗ്രസനിയുടെ ഇരുവശത്തും ഫാരിങ്സിൻ്റെ ഇരുവശത്തുമായി ചേർന്ന് നിൽക്കുന്ന തൊണ്ടഭാഗത്ത് കാണപ്പെടുന്ന നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 2 തരത്തിലുള്ള ഹോർമോൺ നിർമ്മിച്ചു എന്ന് ഞാൻ പഠിപ്പിച്ചു. തൈറോക്സിൻ, കാൽസിറ്റോണിൻ. 2 തരം ഹോർമോൺ നിർമ്മിച്ചിരുന്നു. അതിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് കുട്ടികളെ. 2ാമത്തെ ഹോർമോൺ ഏതായിരുന്നു? കാൽസിറ്റോണിനാണ് അല്ലേ? 2ാമത്തെ ഹോർമോൺ ഏതാ? കാൽസിറ്റോണിൻ. ആ കാൽസിറ്റോണിനെ ഞാൻ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുകയാണ്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ഗ്രന്ഥി ഞാൻ പരിചയപ്പെടുത്തുന്നു. അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പരിചയപ്പെടുത്തട്ടെ. അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇതാ കാണുന്നതാണ്, പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയെ പിടിച്ചു തിരിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിറകുവശത്തിലായി 4 ചെറിയ ഗ്രന്ഥികളെ കാണാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിറകിലായി 4 ചെറിയ ഗ്രന്ഥികൾ. വി ക്യാൻ സീ 4 tiny glands behind thyroid. It's called പാരാതൈറോയിഡ്. അതിനെന്ത് വിളിക്കാം? പാരാതൈറോയിഡ്. പാരാതൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ പാരാതോർമോൺ. എന്താണ് പാരാതോർമോൺ? പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏത്? പാരാതോർമോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ക്ലിയർ ആണോ? അപ്പം ഞാൻ പരിചയപ്പെടുത്തിയ ഹോർമോൺ ഏതാ? പാരാതോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഈ പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണും നേരത്തെ നമ്മൾ തൈറോയിഡിൻ്റെ അവിടെ മാറ്റി വെച്ച വേറെ ഹോർമോൺ ഉണ്ട്, എന്ത്? കാൽസിറ്റോണിൻ. ആ കാൽസിറ്റോണിനും ഈ പാരാതോർമോണുമാണ് കുട്ടികളെ ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണുകൾ ഏതാണെന്ന് ചോദിച്ചാൽ 2 ഉണ്ട്. ഒന്ന് കാൽസിറ്റോണിനും, പേര് തന്നെ വ്യക്തമാണ്, കാൽസിറ്റോണിനും. മറ്റൊന്ന് പാരാതോർമോണുമാണ്. ഇതിൽ പാരാതോർമോണിനെ നിർമ്മിക്കുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡാണ്. കാൽസിറ്റോണിനെ നിർമ്മിക്കുന്നതോ തൈറോയിഡ് ഗ്ലാൻഡാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് നിർമ്മിക്കുന്ന കാൽസിറ്റോണിനാണെങ്കിലും പാരാതൈറോയിഡ് ഗ്ലാൻഡ് നിർമ്മിക്കുന്ന പാരാതോർമോൺ ആണെങ്കിലും എന്തിനാണ് സഹായിക്കുക? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? നമ്മൾ ആദ്യം 2ാമത്തെ ഭാഗത്തിൽ പാൻക്രിയാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിൽ ആൽഫ കോശം, ബീറ്റ കോശമുണ്ടെന്ന് പഠിച്ചു. ആൽഫ കോശം ഗ്ലൂക്കഗോണിനെ നിർമ്മിച്ചു, ബീറ്റ കോശം ഇൻസുലിനെ നിർമ്മിച്ചു. ഈ 2 ഹോർമോണുകളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിച്ച ഹോർമോണാണ്. എന്നാൽ ഇവിടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനാണെങ്കിലും പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ ആണെങ്കിലും രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ്, നോർമൽ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡ്, അത് 9നും 11നും ഇടയിലാണ്. 9 to 11 mg/100 ml. വളരെ ഇമ്പോർട്ടൻറ്റ്, 100 ml. നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല.
5 മുതൽ 6 ലിറ്ററോളം രക്തം നമ്മുടെ ശരീരത്തിലുണ്ട്. ഞാൻ 5 മുതൽ 6 ലിറ്ററിൻ്റെ കാര്യമൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് വെറും 100 ml കാര്യമാണ്. ആ 100 ml രക്തം പരിശോധിച്ചാൽ എത്രയിൻ്റെ ഇടയിൽ വേണം? 9ൻ്റെയും 11 മില്ലിഗ്രാം. അതായത് 9 മില്ലിഗ്രാമും 11 മില്ലിഗ്രാമിനും ഇടയിലാണ് നോർമൽ സാധാരണ അളവ്. ഈ സാധാരണ നിലയിൽ നിന്ന് കാൽസ്യത്തിൻ്റെ അളവ് ചിലപ്പോൾ രക്തത്തിൽ കൂടാറുണ്ട്. ഈ സാധാരണ അളവിലും ചിലപ്പോൾ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അതിനെ കുറക്കണ്ടടാ. കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറക്കണം. അങ്ങനെ കുറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസ്യറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിൽ നിന്നും കൂടിയാൽ കുറക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? കാൽസ്യറ്റോണിൻ. ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണെന്ന് ഓർമ്മയിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സാധാരണ നിലയിൽ നിന്നും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ അതിനെ കൂട്ടണ്ടേ? കൂട്ടിക്കൊണ്ടുവരണം അല്ലേ? അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് രക്തത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ പാരാത്തോർമോൺ. ക്ലിയർ ആണോ? കാൽസ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ കുറക്കുന്നതിന് കാൽസ്യറ്റോണിൻ സഹായിക്കും. ഇനി കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടണമെങ്കിൽ ആര് സഹായിക്കണം? അത് നമ്മുടെ പാരാത്തോർമോണാണ്. ഇനി ഏത് രീതിയിലാണ് നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് ഈ 2 ഹോർമോണുകൾ ക്രമീകരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രീകരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നടുക്ക് കാണിച്ചിരിക്കുന്നത് കണ്ട 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml സാധാരണ അളവാ. അതിൽ നിന്ന് കൂടുന്നു. മുകളിലേക്ക് കാണിക്കുന്നുണ്ട് കൂടുന്നു. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥി എന്തുണ്ടാക്കും? കാൽസ്യറ്റോണിൻ ഉണ്ടാക്കും. കാരണം മൂപ്പർക്ക് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ കാൽസ്യത്തെ കുറക്കാൻ പറ്റൂ. അപ്പോൾ കാൽസ്യത്തിനെ കുറക്കുന്ന ആൾ കാൽസ്യറ്റോണിനാ. അപ്പോൾ എന്ത് ചെയ്യും? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്? കാൽസ്യറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. മൂപ്പരെന്ത് ചെയ്യും? കുറക്കാൻ സഹായിക്കും. എങ്ങനെയാണ് കുറക്കുക? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്, കുറക്കണമെന്ന് പറയുമ്പോൾ രക്തത്തിലെ അമിതമായി വരുന്ന കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിച്ചു വെക്കും, ബോണിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ബോണിൽ നിന്ന് ബ്ലഡിലേക്ക് കാൽസ്യം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യും. മനസ്സിലായോ? അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് വരുന്നത് തടയും. അതോടൊപ്പം തന്നെ രക്തത്തിൽ അമിതമായി വരുന്ന കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിച്ചു വെക്കും കാൽസ്യറ്റോണിൻ. ഒരു കാരണവശാലും മറക്കരുത്. രണ്ടാമത്തെ അവസ്ഥ നോക്കിയേ. കാൽസ്യത്തിൻ്റെ അളവിൽ എന്ത് ചെയ്തു? ഈ ഒരു സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml കുറയുന്നു എന്ന് കാണിക്കുന്നു. കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം അല്ലേ? അപ്പോൾ സഹായിക്കേണ്ടത് ആരാ? പാരാത്തോർമോണാ. ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കും? പാരാത്തോർമോൺ നിർമ്മിക്കൂലേ? അങ്ങനെ പാരാത്തോർമോൺ എന്ത് ചെയ്യും? കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. എങ്ങനെ കൂട്ടും? കാൽസ്യത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ കാൽസ്യത്തിനെ രക്തത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എവിടുന്ന്? വൃക്കയിൽ നിന്ന് കാൽസ്യത്തെ എന്ത് ചെയ്യും? പുനരാഗീരണം ചെയ്ത് രക്തത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടാ? അപ്പോൾ ഒന്നാമത്തെ സംഭവം അതാണ്. രണ്ടാമത് എന്ത് ചെയ്യും? നമുക്കറിയാം കാൽസ്യം രക്തത്തിൽ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അസ്ഥികളിൽ നിന്നും മറ്റും എന്ത് ചെയ്യണം? കാൽസ്യം അടുത്തേക്ക് വരേണ്ടി വരും, രക്തത്തിലേക്ക് വരേണ്ടി വരും. അതേപോലെ തന്നെ രക്തത്തിലുള്ള കാൽസ്യം അസ്ഥികളിലേക്ക് പോകുന്നത് തടയണം. രക്തത്തിൽ നിന്ന് കാൽസ്യം അസ്ഥികളിൽ സംഭരിച്ചു വെക്കുന്നത് തടയണം. അതോടൊപ്പം തന്നെ വൃക്കയിൽ നിന്നും കാൽസ്യം എന്ത് ചെയ്യണം? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യിപ്പിക്കണം. ഇത്തരം ധർമ്മങ്ങൾ ചെയ്യുന്ന ഹോർമോൺ പാരാത്തോർമോണാണ്. ചുരുക്കം പറഞ്ഞാൽ പാരാത്തോർമോണിൻ്റെയും കാൽസ്യറ്റോണിൻ്റെയും പ്രവർത്തനം മൂലമാണ് കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ നിലയിൽ നിൽക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി ചർച്ച ചെയ്യാനുള്ള ഹോർമോൺ എന്ന് പറയുന്നത്, ഹോർമോണല്ല, എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥിയാണടാ. മാറെല്ലിന് താഴെയാണ്. ഇവിടെ പരന്നിരിക്കുന്നൊരു എല്ലുണ്ടടാ. ചിത്രീകരണത്തിൽ കാണാം. പരന്നിരിക്കുന്ന ഒരു എല്ല്. അതിന് നമുക്ക് മാറെല്ല് എന്ന് വിളിക്കാം. മലയാളത്തിൽ എന്ത് വിളിക്കും? മാറെല്ല് എന്ന് വിളിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ബ്രസ്റ്റ് ബോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? സ്റ്റേണം എന്ന് വിളിക്കാം. അപ്പോൾ ബ്രസ്റ്റ് ബോൺ അഥവാ സ്റ്റേണം ഇവിടെ പരന്നിരിക്കുന്ന എല്ല്. അപ്പോൾ ഇതിനെ താഴെയായിട്ട്, ഈ ഫ്ലാറ്റ് ബോണിന് താഴെയായിട്ടാണ് എന്ത് കാണുക? നമ്മുടെ തൈമസ് ഗ്ലാൻഡ് കാണുക.
മൂപ്പരുടെ പ്രത്യേകത എന്താ? നമ്മൾ ചെറുതായിരിക്കും ഇൻഫാൻറ്റ് സ്റ്റേജിൽ അതിന് സൈസ് കൂടുതലായിരിക്കും, വലിപ്പം ഉണ്ടാകും. നമ്മൾ വളരുന്നതനുസരിച്ച് ചുരുങ്ങി വരുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ് തൈമസ് എന്ന് പറയുന്നത്. തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥി, തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പഠിച്ചു വെക്കണം, തൈമോസിനാണ്. തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്, തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിനാണ് ഡാ. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ, തൈമോസിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ നമ്മുടെ ടി ലിംഫോസൈറ്റ്, ആ തൈമസ് ഗ്രന്ഥിയിൽ നിന്ന് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന പ്രതിരോധ കോശങ്ങളെ, അതൊരു ശ്വേതരക്താണുവാണ്, പ്രതിരോധ കോശമാണ്. ടി ലിംഫോസൈറ്റിൻ്റെ പാകപ്പെടലും മറ്റും സഹായിക്കും, ടി ലിംഫോസൈറ്റിൻ്റെ പാകപ്പെടലിന് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിരോധത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ തൈമോസിനെ നമ്മൾ യുവത്വ ഹോർമോണാണ്, യൂത്ത് ഹോർമോണാണെന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വീണ്ടും അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, അക്ഷയ്. സ്റ്റേ സേഫ്. ബൈ ബൈ.